ബോർഡേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേജിൽ ഇതുപോലെ 2 ലൈൻസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആൻഡ് അതിലേക്ക് ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. മുകളിലും താഴെയും ജോയിൻ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ട്രയാങ്കിൾസ് വരയ്ക്കുക. ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ സിംഗിൾ ട്രയാങ്കിൾസ് വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതാണ് ഞാൻ സ്കെച്ച് പെന്നും കൂടെ കയ്യിൽ വെക്കാൻ പറഞ്ഞത്. കാരണം പെൻസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ചില സമയം ഫില്ലിങ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ട്രൈ യൂസിങ് യുവർ സ്കെച്ച് പെൻസ്. അത് പ്രിഫറബിളി ഞാൻ പറയും ബോർഡേഴ്സ് വരച്ച് വെക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ കളർ തന്നെ വരയ്ക്കുക. ഏതർ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂ. ത്രൂ ഔട്ട് ബോർഡേഴ്സ് എല്ലാം ആ ഒരു കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. സോ ഞാനിവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബോർഡർ ദാറ്റ് വിൽ ലേൺ. നമ്മൾ ഇതിൽ കൊടുക്കുന്ന ആദ്യത്തെ ബോർഡർ ഇതായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ അഗെയിൻ ഡ്രോ അനദർ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ നമുക്കിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ട്രയാങ്കിൾ വെച്ചിട്ടാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ഫോംസ് പിന്നെ നമ്മൾ അടുത്തതിലേക്ക് ചെയ്യും. അങ്ങനെയാണ്. ഇനി ഈ വലിയ ട്രയാങ്കിൾസിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിൽ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കണം. വളരെ സിമ്പിളായിട്ട്. ഒരിത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം, ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യരുത്. അപ്പോഴേ ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലും താഴെ ഒന്ന് ലൈന് പെന്ന് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എടുത്ത് നിങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാവും ബോർഡർ ഫൈനലി കൊടുക്കുമ്പോൾ എന്നുള്ളത് മനസ്സിലാവും. ഇനി സെയിം ഡ്രോ ദ ട്രയാങ്കിൾ വൺസ് അഗൈൻ. ആൻഡ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തതുപോലെ ഉള്ളിൽ ഒരു ഇന്നർ ട്രയാങ്കിളും കൂടെ വരച്ചിട്ട് അത് ഫില്ല് ചെയ്യുന്നതാണ് തേർഡ് മോഡൽ. അപ്പോൾ നമ്മൾ വി ആർ ഡ്രോയിങ് ഇറ്റ് അഗൈൻ. ട്രയാങ്കിൾസ് വരച്ചു, ഇന്നർ ട്രയാങ്കിൾസ് കൊടുത്തു. നൗ വി ഹാവ് ടു ഫിൽ ഇന്നർ ട്രയാങ്കിൾസ്. അപ്പോൾ അത് തേർഡ് ബോർഡറായി. ഇത് ഫിൽ ചെയ്ത് കൊടുക്കുക. ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ആസ് ഐ സെഡ് മുകളിലും താഴെയും ഒരു ബോർഡർ ലൈൻ കൊടുക്കുക. അപ്പോഴേ നിങ്ങൾക്കിത് എങ്ങനെയാണ് പെയിൻറ്റിങ്ങിൽ വരിക എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റും നമ്മൾ ട്രയാങ്കിൾസ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ട്രയാങ്കിൾസ് നമ്മൾ യൂഷ്വലി പോലെ വരച്ചു. ആൻഡ് നെക്സ്റ്റ് മോൾ ഭാഗത്തിൽ നമ്മൾ ട്രയാങ്കിൾ ഓപ്പൺ ആണല്ലോ, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ലൈൻസ് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആണ് കൊടുക്കുക. പ്ലെയിൻ ലൈൻസ് വെച്ചിട്ട് ഫിൽ ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതുപോലെയാണ്. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇതെങ്ങനെയാണ് ഈ ബോർഡേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. Now next again we are drawing triangles. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിലായിരിക്കും ലൈൻസ് കൊടുക്കുക. അതും വേർട്ടിക്കലി. നമ്മൾ ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ വരുന്നത് അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഭാഗം പോകുന്നതിന് പാരലായിട്ട് നമ്മൾ ലൈൻസ് വരച്ച് പോകും. പിന്നെ മുകളിൽ ഓരോ ഡോട്ട്സ് ഇട്ടിട്ട് പോകും. ഇതാണ് പാറ്റേൺ നമ്പർ 5. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർലി ഈസ് ക്വൈറ്റ് ഈസി എന്നുള്ള കാര്യം. Now next again we are drawing a triangle. ഇത് നമ്മൾ രണ്ടാമത് ചെയ്തതിൻ്റെ സിമിലർ ആണ്. ഇന്നർ ട്രയാങ്കിൾ വരച്ചിട്ട് വീണ്ടും again we are giving an ഒരു 3 ട്രയാങ്കിൾസ് ഉള്ളിൽ വരുന്നത് പോലെയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. ഇതേപോലെ തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ ഡ്രോയിങ് ബുക്കിലും ഇത് വരച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ. കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ യു വിൽ ഹാവ് ടു ഡു ഇറ്റ്. ഞാനൊരു തീം മാത്രമായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ നിങ്ങൾ തന്നെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ബോർഡേഴ്സും റെഫറൻസ് ഇപ്പോൾ അതിനു വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഫ്യൂച്ചറിലും വർലി ആർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് റെഫറൻസിനാണ് ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ബോർഡേഴ്സ് എല്ലാം വരച്ച് വെക്കുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ
കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് രണ്ട് ട്രയാങ്കിൾസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന പോലെയാണ്. അപ്പോൾ അത് സൂക്ഷിച്ചൊന്ന് നോക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് നമ്മൾ ഒരു ട്രയാങ്കിൾസിൻ്റെ ഒരു ഫുൾ ലൈൻസ് വരയ്ക്കുകയാണ്. ഒരു ഫുൾ ലൈനിൽ ട്രയാങ്കിൾസ് വരയ്ക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ട്രയാങ്കിളിൻ്റെ മിഡ്, ഈ ഓരോ ട്രയാങ്കിളിൻ്റെ മിഡിലൂടെ ഓരോ ലൈൻസ് പോകുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇനി ഒന്നുകൂടെ നമ്മൾ ഇതിൻ്റെ തന്നെ വേറൊരു വേരിയേഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രയാങ്കിൾസ് വരയ്ക്കുക. ആ ട്രയാങ്കിൾസ് വരച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ, ഒരു ട്രയാങ്കിളിൻ്റെയും നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലാണ് നമ്മൾ വീണ്ടും അടുത്ത ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ 4 സൈഡഡ് ആയിട്ടുള്ള ഒരു ഫിഗർ കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ബോർഡർ ലൈൻ വരുന്ന പോലെ കണ്ടില്ലേ, ഒരു ഡിസൈൻ, ഒരു പ്രിൻറ്റ് കിട്ടിയില്ലേ, അങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട് കിട്ടും. Now moving on to next one വളരെ ഈസിയാണ്. ജസ്റ്റ് ആരോസ് ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ മതി. അതും വരലിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട്, അധികം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ അറിയാത്തവർ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോർഡറാണ് ഈ ആരോസ് യൂസ് ചെയ്തിട്ട് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വൺ, വെറും ലൈൻസ് മാത്രം ഇട്ട് കൊടുക്കും. ഇനി ലൈൻസിൻ്റെ വേരിയേഷൻസ് ആയിരിക്കും നമ്മൾ കുറച്ച് പഠിക്കുക. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഇങ്ങനെ ഒരേ ഈക്വൽ ലെങ്ത്തിൽ അതിങ്ങനെ ഇട്ടിട്ട് പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നത് ഈക്വൽ ലെങ്ത് അല്ലാന്ന് തോന്നിയാൽ ഒരു സ്കെയിലിൽ എടുത്തിട്ട് അത് മെഷർ ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ അത് അത്രയ്ക്കും ഡീറ്റെയിൽ നമ്മളങ്ങനെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ എടുത്തിട്ടുള്ളത് കാണിക്കാത്തത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതൊരു ആർട്ടിഫിഷ്യൽനെസ് ആവും. ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം ഇത് ട്രൈബൽ ആർട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മെഷർമെൻറ്റ്സ് ഒക്കെ മാറിയാലും നിങ്ങൾക്ക് അത്ര ഇത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണിതിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ടു. ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈൻസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ഈ ചെസ് ബോർഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രിൻ്റ് വരും. അങ്ങനെയാണ് അടുത്തത് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ ബാക്കി എല്ലാത്തിലും ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ലൈനിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. നമ്മൾ ലൈൻസ് ഇടുകയാണ് ഫസ്റ്റ്. ഇനി നമ്മൾ ഓരോ ലൈനിൻ്റെ ഗ്യാപ്പിലും ഓരോരോ ചെറിയ കുട്ടി ലൈന് നമ്മൾ പണ്ട് വരയ്ക്കില്ലേ സൂര്യൻ്റെ ഇതൊക്കെ, അപ്പോൾ ഒരു ചെറിയ ലൈൻ, ഒരു വലിയ ലൈൻ, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരേണ്ട ഇതാണ് കൊടുക്കേണ്ടത്. ഇതാണ് നെക്സ്റ്റ് വൺ. ഇനി അടുത്തത് ഒരു കോമ്പിനേഷനാണ്. ആദ്യം നമ്മൾ 2 ലൈൻ വരയ്ക്കുന്നു, പിന്നെ ഒരു ട്രയാങ്കിൾ ചെരിച്ച് വെച്ചിട്ട് വരയ്ക്കുക. ഒരു 2 ലൈൻ വരയ്ക്കുക, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അത് ട്രയാങ്കിൾ ഒരു സൈഡിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് വീണ്ടും ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ ഓരോ ഗ്യാപ്പിലും നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മളൊരു 3 ലൈൻസ് വരയ്ക്കും. നടുവിലത്തെ ലൈൻസ് കുറച്ച് നീളമുള്ളത്, അതിൻ്റെ 2 ഭാഗത്തും അതായത് സൈഡിലോട്ട് ഓരോരോ ലൈൻസ്, സെൻറ്ററിലൊരു ലൈൻ, അതിൻ്റെ സൈഡിൽ 2 സൈഡിലോട്ട് ഓരോ ലൈൻസ് കൊടുക്കുക. അങ്ങനെ സെൻറ്ററിലെ ലൈൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അത്ര വലുതല്ലാത്ത പോലെ തോന്നും, പക്ഷേ സെൻറ്ററിലെ ലൈൻ കുറച്ചുകൂടെ വലുതായിരിക്കണം. കാരണം നെക്സ്റ്റ് നിങ്ങളിപ്പോൾ നോക്കി കാണാം, നമ്മൾ അതിൻ്റെ ആ സെൻറ്റർ ലൈനിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ലൈനിനെ തന്നെ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇടയിൽ ഒരു ലൈൻ കൊടുത്തു. ആൻഡ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ കിട്ടില്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. എനിക്ക് ഒരു ലൈൻ പെട്ടെന്ന് വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെന്നുകൊണ്ട് തന്നെ വരച്ചത്. ആൻഡ് ഇഫ് യു ഹാവ് ഡൗട്ട് സ്കെയിൽ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൽ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെക്ക് ബോക്സ് പോലത്തെ കാര്യം കിട്ടും. നമ്മൾ ഈ ചെസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ അങ്ങനത്തെ പ്രിൻ്റാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ബ്ലാക്ക് കൊടുത്തു. ഇനി അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള അടുത്തതിൽ താഴെ കൊടുക്കണം.
പിന്നെ നെക്സ്റ്റ് സെഷനിൽ മുകളിൽ കൊടുക്കുക, പിന്നെ എഗെയിൻ അടുത്തതിൽ താഴെ. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു റോയിൽ മുകളിലാണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ അടുത്ത് തൊട്ട് ഇതിൽ താഴെ കൊടുക്കണം. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കളേഴ്സ് കൊടുത്ത് പോവുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ശരിക്കും ചെക്ക് ബോക്സ് പോലത്തെ ഒരു ലൈനിൽ തന്നെ ഉള്ളിൽ ചെക്ക് ബോക്സ് വരുന്നത് പോലെ കിട്ടും. ലൈനിൽ തന്നെ ഉള്ളിൽ ചെക്ക് ബോക്സ് വരുന്നത് പോലെ കിട്ടും. ഇനി ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. എഗെയിൻ നമ്മൾ ഇതിന് സെൻറ്ററിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കും. ഇനി സ്ക്വയർ അല്ല, ഇവിടെ നിന്ന് നമ്മളൊരു ബോക്സ് വരച്ചു, ഇനി താഴെ ഒരു ബോക്സ്, മുകളിലൊരു ബോക്സ്, താഴെ ഒരു ബോക്സ്, അങ്ങനെയായിട്ട് വരച്ചു കൊടുക്കണം. മുകളിൽ താഴെ ഈ ഒരു നമ്മൾ സിക്സാക്ക് വരയ്ക്കുന്ന പോലെ ലൈൻസ് കൊണ്ടുള്ള സിക്സാക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. മുകളിലും താഴെയും അങ്ങനെ ഇതായിട്ട് വരും. ഇനി അതിനകത്തേക്ക് ഓരോ ബോക്സ്, നമുക്ക് എവിടെയാണ് ഓരോ ബോക്സസ് കിട്ടിയ ആ ഓരോ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇനി എഗെയിൻ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ഇത് സെയിം ആസ് നമ്മൾ ചെക്ക് ബോക്സ് വരച്ച പോലെ തന്നെ കേട്ടോ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ കളർ ഫില്ല് ചെയ്തതിന് പകരം നമ്മൾ അതിനകത്ത് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ഒരിത്തിരി ചെരിഞ്ഞിട്ടുള്ള ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അല്ല, ഇതിപ്പോൾ ഒരേ ഇതിൻ്റെ തന്നെ 2-3 മോഡൽ ഞാൻ കാണിച്ചിട്ടില്ല. സിമിലർ ഒരു ഡിഫറൻസ് ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെരിഞ്ഞ ലൈൻസിന് പകരം നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻസും ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഒരു ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു സ്ക്വയർ അതൊരു ഹാഫ് ഓപ്പൺ ആയിട്ട് നമ്മൾ വരച്ചിട്ട് പിന്നെ അതിന് ഒരു ലൈൻ വെച്ചിട്ട് കൊടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. കണ്ടോ, ഒരു സ്ക്വയർ ക്ലോസ്, മോൾ ഭാഗം ക്ലോസ് ചെയ്യാത്ത ഒരു സ്ക്വയർ, എന്നിട്ട് ഒരു ലൈനും അതിൻ്റെ താഴെ ഒരു ഡോട്ട്. അപ്പോൾ ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ക്വയർ, അതിന് നെക്സ്റ്റ് ഒരു ലൈൻ വിത്ത് ഡോട്ട് അതിൻ്റെ എൻഡ് ഭാഗത്ത്. That's how you do it. ഒരു ഹാഫ് ഓപ്പൺ സ്ക്വയർ വരയ്ക്കുക, ഒരു ലൈൻസ് വരയ്ക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വണ്ണിൽ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾസ്, വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈഡിലോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസ്. ഇങ്ങനെ ട്രയാങ്കിൾസ്, മൾട്ടിപ്പിൾ ട്രയാങ്കിൾസ് അടുപ്പിച്ചടുപ്പിച്ച് വരച്ച് കഴിഞ്ഞാൽ അത് ഒരു ടൈപ്പ് പ്രിൻ്റ് ആവും. ഇനി ഇപ്പോൾ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം വർക്ക് ഇതാണ്. അതായത് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള കാര്യങ്ങളില്ലേ, ട്രയാങ്കിൾസ്, ലൈൻസ്, അങ്ങനെ ഇതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു 5 സെറ്റ് ഓഫ് ബോർഡേഴ്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഇത് വർലി റിലേറ്റഡ് ആയിട്ട് വേണമെന്നില്ല, എനി ബോർഡർ. ഈ ഇപ്പോൾ പഠിച്ച് ഇത്രയും വരച്ച് ഇപ്പം ഇന്ന് ചെയ്യുന്ന അത്രയും ഡിസൈനിനെ പോലെ ഇതിലുള്ള ഷേപ്സ് യൂസ് ചെയ്തിട്ട് ഒരു 5 ബോർഡേഴ്സ് ഉണ്ടാക്കിയിട്ട് വരിക. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം, അറ്റ് ദ സെയിം ടൈം അതും കൂടെ ചെയ്യണം. ഇനി നെക്സ്റ്റ് വരുന്നത്, ആദ്യം നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരിത്തിരി അറ്റം കൂടുതലുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്തുനിന്ന് നമ്മൾ നെക്സ്റ്റ് അടുത്ത ട്രയാങ്കിൾ വരയ്ക്കും. അത് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ നന്നായി നീട്ടി വേണം വരയ്ക്കാൻ. ഒരുപാട് നീട്ടണ്ട, എന്നാലും ഒരു ലിമിറ്റിൽ നന്നായി നീട്ടി, കാരണം നമുക്ക് ഇടയിൽ ആ ഗ്യാപ്പ് വേണം, അതുകൊണ്ടാണ്. അപ്പം നന്നായി നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ സെൻറ്ററിൽ ഓരോ ഗ്യാപ്പ് കാണുന്നില്ലേ, അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ വീണ്ടും ലൈൻസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നേരെയുള്ള ലൈൻസ് വെച്ചിട്ട്. നമ്മൾ വീണ്ടും ആ ഗ്യാപ്പുകളിലൊക്കെ ലൈൻസ് ഇട്ട് കൊടുക്കുക.
ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നതാണ് ഒരെണ്ണം. ഇനി നമ്മൾ ഇന്നത്തെ സെഷൻ്റെ ലാസ്റ്റ് വൺ, നമ്മുടെ ഇട്ടിരിക്കുന്ന ബോർഡറിൻ്റെ മുകളിലും താഴെയും നിങ്ങൾ ഓരോ പെന്ന് വെച്ചിട്ട് തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം മുകളിലൊരു ലൈൻ ഇങ്ങനെ ഇടുക. ഈ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ തന്നെ കൊടുത്താൽ മതി. താഴെയും അതുപോലെ കൊടുക്കുക. താഴെയും കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ സ്ലാൻഡിങ് ആയിട്ടുള്ള ചെരിഞ്ഞിട്ടുള്ള ലൈൻസ് ഇട്ടിട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നാളെ നമുക്ക് സാറ്റർഡേ സൺഡേ നാളെ ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവും സാറ്റർഡേ സൺഡേയിൽ. അപ്പോൾ ഇത് മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൻ്റെ ബേസിക് ഷേപ്സ് വരച്ചതിന് ശേഷം ഈ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഇങ്ങനെ വരച്ച് വെക്കുക. വരച്ചിട്ട് നെക്സ്റ്റ് പേജിൽ ഹോംവർക്കായിട്ട് ഇതിനെ ഇൻസ്പയർ നമ്മൾ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നതിന് ഒരു 5 എണ്ണം ചെയ്തിട്ട് വരിക.